ഇതാ ഈ മാസത്തെ കുറുക്കൾ 20,000 നിർത്തോ. മുഴുവൻ എടുത്ത് തീർക്കരുതേ. 16,000 അതിൽ തന്നെ വെക്കണം കേട്ടോ. സത്യം പറഞ്ഞ ഇത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നതിൽ നല്ല വിഷമമുണ്ട് എനിക്ക്. ഇതിപ്പോ വീടിന്റെയും കാറിന്റെയും ഒക്കെ ലോൺ അടച്ചു തരുമ്പോൾ തന്നെ എന്റെ അക്കൗണ്ടിൽ ഏകദേശം പൈസ തരും. പിന്നെ എനിക്ക് ഓഫീസിൽ പോകാനും വരാനും പിന്നെ വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാൻ അതിൽ ഉണ്ടാവുള്ളൂ. എന്തായാലും തന്നെ ഞാൻ അധികം വിഷമിക്കില്ല. ഒരു 2-3 വർഷം കൊണ്ട് നമ്മുടെ ഈ അടവൊക്കെ തീരും. അത് കഴിഞ്ഞ് കിട്ടുന്ന സാലറി മുഴുവൻ നീ നിന്റെ കയ്യിൽ തന്നെ വെച്ചു. ഓ അതൊന്നും സാരില്ല. നമ്മുടെ കാര്യങ്ങൾ പിന്നെ വേറെ ആരെങ്കിലും വന്ന് ചെയ്തു തരുമോ? പിന്നെ കുറച്ച് പൈസ ഞാൻ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തോ ആവശ്യമുണ്ട് അത്ര. പിന്നെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ട്, അതിനൊരു ഗിഫ്റ്റും വാങ്ങണം. അതിനൊക്കെ വേണ്ടിയാണ് ഞാൻ കുറച്ച് പൈസ അതിൽ തന്നെ മാറ്റി വയ്ക്കാൻ പറഞ്ഞു, വേറെ ഒന്നുമല്ല. നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ പൈസ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചോദിക്കാണ്ടിരിക്കണ്ട കേട്ടോ. പൈസയൊക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോട്ടെ. രണ്ടിലും തക്കാളി ഞാൻ ഒരുമിച്ച് വാങ്ങിയതാ. അതിലെ പകുതിയും കേട് വന്നു പോയി. ഇത് നോക്ക്, ഇതൊക്കെ കേട് വന്നതാ. ഞാൻ എന്തിനങ്ങനെ വാങ്ങിച്ചു കൂട്ടുന്ന എനിക്ക് തന്നെ അറിയുന്നില്ല. ഈ ഫ്രിഡ്ജിൽ എത്ര തക്കാളി ഉണ്ട്, അതിലെത്ര കേട് വന്നിട്ടുണ്ടെന്ന് ആർക്കാർ? അത് സാരല്ലേ അമ്മേ. നാളെ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുമ്പോഴേ എന്ത് പച്ചക്കറിയാണ് വേണ്ടെന്ന് പറഞ്ഞാൽ മതി, ഞാൻ വാങ്ങിയിട്ട് വരാം. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പറയണം പറഞ്ഞിരിക്കുകയാണ് മോളെ. ഇത് വണ്ടിയിൽ കൊണ്ടുവന്ന ഭംഗി കണ്ടിട്ട് ഞാൻ കുറെ വാങ്ങിച്ചു കൂട്ടിയതാ. ഇതാ ഇത്രയും കേട് വന്നു പോയി. മോളൊരു കാര്യം ചെയ്യും, വരുമ്പോ നല്ലോണം പച്ചക്കറി വാങ്ങിച്ചോ. രമ്യ മക്കൾ 2 ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആയിക്കോട്ടെ. മോളൊരു കാര്യം ചെയ്, വരുമ്പോ അമ്മയെ കുറച്ച് മരുന്നും കൂടി വാങ്ങിട്ട് വാ. അവനെ കൊണ്ട് പറഞ്ഞ അവനൊക്കെ മറക്കുകയെ. അല്ലെങ്കിൽ നമ്മൾ പെണ്ണുങ്ങൾ പോകണം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ. ഞാൻ വാങ്ങിട്ട് വരാം. എന്താമ്മേ? ആണോ, അത് ശരിയായോ? ഇറങ്ങാൻ നോക്കാം. ആയിക്കോട്ടെ. ശരി ശരി എന്നല്ല. അതെന്താ എന്തോ ശരിയായി എന്നൊക്കെ പറയുന്ന കേട്ടല്ലേ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട്? എന്ത് ശരിയായ കാര്യം മോളെ പറഞ്ഞത്? അമ്മ അത് കഴിഞ്ഞ ഞായറാഴ്ച അന്നൊരു പെൺകുട്ടിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇഷ്ടമായിന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞതാ. പിന്നെ ജാതകം നോക്കിയപ്പോഴും ചേർച്ചയുണ്ട്. അപ്പൊ പിന്നെ വെച്ച് നീട്ടണ്ട, പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് നടത്താന്നൊക്കെയാണ് പറയുന്നത്. അവർക്കാണെങ്കിലും പെട്ടെന്ന് കല്യാണം നടത്തുന്നൊക്കെ ഉണ്ടേ. അപ്പൊ അതൊന്ന് വിളിച്ചു പറഞ്ഞതാ. ഓ, ഇതാണ് ഇപ്പൊ ഇത്രയും വലിയ കാര്യം. ഒന്ന് ആങ്ങളെ പെണ്ണിനെ കണ്ടു, അവരിഷ്ടമാണ്, അവരുടെ വിളിച്ചും പറഞ്ഞു. ഇത്രയല്ലേ നടന്നിട്ടുള്ളൂ. ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടൊക്കെ മുടങ്ങി പോയാലോ? ഇതിനാണ് ഇപ്പൊ വേഗം വാന്ന് പറഞ്ഞ് വിളിച്ചു വരുന്നത്. അമ്മ വീട്ടിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അവർ എന്നോടും കൂടി ആലോചിച്ചിട്ടൊക്കെയാണ് ചെയ്യാറുള്ളത്. പിന്നെ വേറെ ആരുമല്ലല്ലോ, എന്റെ സ്വന്തം അനിയനല്ലേ. ഇങ്ങനത്തെ ഒരു കാര്യത്തിന് കൂടെ നിന്നില്ലെങ്കിൽ ഇതിനൊക്കെ തന്നെയല്ലേ നമ്മൾ വേണ്ടത്. ഞാൻ എന്തായാലും ഏട്ടനോട് കൂടി ചെന്ന് പറയട്ടെ. കല്യാണം കഴിഞ്ഞപ്പോ ഇത്രയായിട്ടും എല്ലാം ജോലിക്കൊക്കെ പോയി കുടുംബത്തിലൊക്കെ 10 രൂപ തന്നു. കുടുംബമൊക്കെ ഒന്ന് ചിട്ടയായി വന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ വിളിച്ചു പറയുന്നു കല്യാണം ശരിയായി എന്ന് പറഞ്ഞിട്ട്. ഇനി ഉള്ള വരുമാനം മുഴുവൻ അങ്ങോട്ട് വാങ്ങാലോ. എന്ത് കുടുംബക്കാരാ അത്?